ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ അത് ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് ശാലിനി അങ്ങനെ ഒന്നും തന്നെ ജയശങ്കറിൻ്റെ കാര്യം വിട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ജയശങ്കറിൻ്റെ പിറകെ ശാലിനിയെ സഹായിച്ച് നന്മ പ്രവർത്തിച്ച ഒരു കരങ്ങളുടെ കൂട്ടായ്മ തന്നെ ഇനി പോകുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ വളരെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും തന്നെ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങും തന്നെ കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയില്ല. കാർത്തികയുടെ ഒരു ഒന്നൊന്നര പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നെ കാർത്തിക കിട്ടുന്ന ഉഗ്രം പണിയുമാണ്. അപ്പോൾ സത്യഭാമയാണെങ്കിലോ താഴെ ഇരുന്നുകൊണ്ട് വീണ്ടും ശാരദാമ്മയുടെ മുന്നേ ഭയങ്കര ജമ്മിത്തം കളിച്ചങ്ങ് പറയാൻ നിൽക്കുമോ. പിന്നെ ശാരദാമ്മേ, നിങ്ങൾ പറയാൻ വന്നത് ഇനിയിപ്പം ശ്യാമയുടെ കാര്യമാണെങ്കിൽ എന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്ക് ഒരു നിലവിളി കേൾക്കുവാണ്. ആരുടെയാണ്? ഈ കാർത്തിക പൂജാമുറിയിൽ ഈ വിവാഹ ക്ഷണക്കത്തുകളെല്ലാം പൂജ ചെയ്യാൻ പോയ കാർത്തികയുടെ ഒറ്റ നിലവിളിയാണ്, അയ്യോ ഓടി വരണേ സത്യാമേ, ഓടി വരണേ വിഷ്ണുവേട്ടാ, ഓടി വരണേ, ഇവിടെ വേണ്ട കത്തുകൾക്കൊക്കെ തീ പിടിച്ചേ എന്നുള്ള രീതിക്ക് അത് കാർത്തിക ഭയങ്കര വിളിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ ഈ സംസാരിച്ച ഒരു പ്രൗഢി എന്ന സത്യഭാമണല്ലോ അങ്ങനെ കസേര ചാടിയുണ്ട്. അയ്യോ കാർത്തിക് എന്ത് പറ്റി എന്ന രീതിയിലേക്ക് മേളിലേക്ക് ഓടാൻ നിൽക്കുമ്പോൾ വിഷ്ണുവിന് ഒരു കുരുക്കുമല്ല. വിഷ്ണു എന്താണ് അവളവിടെ കിടന്ന് കരയോ വിളിക്കുകയോ എന്താ ചെയ്യട്ടെ, ഞാനിവിടെ നിൽക്കുക എന്ന മട്ടി തന്നെ വിഷ്ണു ആദ്യം നിൽക്കുന്നത്. പക്ഷേ മെല്ലെ എന്താണ് സത്യഭാമ ആദ്യം തന്നെ പോയി. സത്യഭാമയുടെ പിറകെ നമ്മുടെ പൊന്നിച്ചേച്ചിയും കൂടെ പോയി നമ്മുടെ ശാലിനിയും കൂടെ കയറി പോകുന്ന കാണുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു കൂടെ പിറകെ പോവാണ്. ഒപ്പം തന്നെ ശാരദാമയും പോകും. രാഘവട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാത്ത രീതിയിൽ രാഘവട്ടിന് അങ്ങോട്ട് എണീറ്റ് പോകണമെന്നുണ്ട്, പക്ഷേ പറ്റാത്ത രീതി അവിടെ ഇരിക്കുവാണ്. അപ്പോൾ എല്ലാവരും പോകുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സർവ്വ ക്ഷണക്കത്തും ശാരദാമ്മയുടെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ച് പൂജിക്കാൻ കൊടുത്ത ആ ക്ഷണക്കത്തുകളുണ്ടല്ലോ അതെല്ലാം കത്തിച്ചാരമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത്. തീ അണയ്ക്കട വിഷ്ണു എന്നൊക്കെ പറയും. വിഷ്ണു അതെ പിന്നെ എനിക്ക് വേറെ പണിയില്ല എന്ന മട്ടി വിഷ്ണുവിൻ്റെ ഒരു പുച്ഛഭാഗത്ത് വിഷ്ണു ഇത് കണ്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ശാലിനി മനസ്സിൽ പറയുന്നുണ്ട്, ഇത് നിനക്കുള്ള സൂചനയാണ് കാർത്തികേ, ഞാൻ സർവ്വനേരം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള വീടാണ് ഈ വീട്. അവിടെ നീ പറയുന്ന പ്രാർത്ഥനകളൊന്നും ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ ഒരു വലിയൊരു തെളിവ് തന്നെയാണ്. ഇത് നിനക്ക് തരുന്ന ഒരു ലാസ്റ്റ് വാർണിംഗ്, ഒരു സൂചന തന്നെയാണ്. നീ എനിക്കെതിരെ ഒന്നും പ്രാർത്ഥിച്ചിട്ടോ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല കാർത്തികേ, നിനക്കിതാ ഇതോടെ തന്നെ നിനക്ക് എല്ലാ അനുഭവവും മനസ്സിലായി കാണുമല്ലോ എന്ന് നമ്മുടെ ശാലിനി മനസ്സിൽ ഭയങ്കര ധൈര്യത്തിൽ ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം വിഷ്ണുവിൻ്റെ അടുത്ത് എടാ വിഷ്ണു നീ എന്തെങ്കിലും ചെയ്യടാ. ഇത് കേട്ട മട്ടില്ലാത്ത രീതിയിൽ പലതും നടക്കും. ഇതൊക്കെ കണ്ട് രസിക്കാനുള്ള ഒരു കൂത്താന്നുള്ള രീതിയിൽ വിഷ്ണു അവിടെ ഒരു ഭാവത്തിൻ്റെ ഒരു നോട്ടം കാണിക്കുമ്പം അത് കാണുന്നുണ്ട് ഈ കാർത്തിക് ഉൾപ്പെടെ. അപ്പം വിഷ്ണുവേട്ടന് പോലും എൻ്റെ അടുത്തൊരു താല്പര്യം ഇല്ല എന്നുള്ള കാര്യം കാർത്തിക് മനസ്സിലാവും. അപ്പോൾ ഈ സമയത്ത് ലാസ്റ്റ് എന്താണ് സത്യഭാമ പറയാം, പൊന്നി നീ ആ വെള്ളം എടുത്ത് അണയ്ക്കാൻ നോക്കുന്നുണ്ട്. ലാസ്റ്റ് പൊന്നി ചേച്ചിയാണ് വെള്ളം എടുത്ത് ഇതൊക്കെ അണയ്ക്കുമ്പോഴത്തേക്കും അത് മൊത്തം കത്തിച്ചാരമായി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ ഇതെല്ലാം മൊത്തം കത്തിപ്പോയല്ലോ എന്ന് സത്യഭാമയുടെ ഒടുക്കത്തെ നെഞ്ചത്തടിച്ചുള്ള സംസാരമാണ്. അയ്യോ എല്ലാം കത്തിപ്പോയല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന രീതി നോക്കുമ്പോൾ അമ്മ നേരെ കാർത്തികയുടെ അടുത്ത് ചെന്നിട്ട് എന്താണ് മോളെ ഇതൊക്കെ ചെയ്യുമ്പോൾ നീ സൂക്ഷിച്ച് ചെയ്യണ്ടേ, ഇതൊക്കെ എന്ത് ഗൗരവത്തിൽ ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്നിട്ട് ഇതെങ്ങനെ സംഭവിച്ചു എനിക്ക് അറിയത്തില്ല സത്യാമ്മ എന്ന കാർത്തിക അവിടെ നിന്ന് ഭയങ്കര കിണി സംസാരിക്കുമോ. വിഷ്ണുവിനാണെങ്കിൽ ഒടുക്കത്തെ ചിരി, ഞാൻ ഒടുക്കത്തെ ചിരിയാണ് ഇതൊക്കെ കേട്ടിട്ട്. അപ്പം ലാസ്റ്റ് പൊന്നിച്ച് ചോദിക്കുന്നുണ്ട് സത്യാമ്മ ഇതൊക്കെ ഇപ്പം എന്ത് ചെയ്യണം. അപ്പം വിഷ്ണു ഒരു ഡയലോഗ് പറയുന്നത്, ഇതൊക്കെ ഇപ്പം ചാമ്പലല്ലേ ചാരവായില്ലേ, ഇതൊക്കെ കൊണ്ടുവന്ന് തെങ്ങിൻ്റെ മൂടിലങ്ങ് കുഴിച്ചിട്ടാൽ മതി. അപ്പം വെള്ളയ്ക്ക പൊഴിയാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുമ്പം അവിടെ എല്ലാവരും നോക്കിച്ചിരിക്കുക. കാരണം വിഷ്ണു ഈ കാര്യത്തിന് കൊടുക്കുന്ന വില ഇത്രയുമേ ഉള്ളൂ എന്നുള്ള കാര്യം സത്യഭാമയുടെ മുഖത്തടിച്ച പോലെ ആവുന്നുണ്ട്. സത്യഭാമയ്ക്ക് ഡയലോഗുകൾ തീർന്നിട്ടില്ല, സത്യഭാമയ്ക്കുള്ള ഡയലോഗ് ഇനി തുടർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ സത്യഭാമ എന്താണ് കാർത്തികടുത്ത് അപ്പോഴും ഒരു ബോധോദയം, മോളെ മോക്കൊന്നും സംഭവിച്ചില്ല. അപ്പം കാർത്തിക പറയുന്നു ഇല്ല സത്യാമ്മ എനിക്കൊന്നും സംഭവിച്ചെന്ന് പറയുമ്പം നമ്മുടെ ശാരദാമ്മ പറയുന്നുണ്ട് അങ്ങനെ വല്ല സംഭവിച്ചാലും കുഴപ്പമില്ല സത്യാമ്മയെ, അതൊക്കെ എന്താണ് അല്പം തീൻ പുരട്ടിയാൽ മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് നമ്മുടെ ശാരദാമ്മ പറയുമോ. എന്നിട്ട് പറയുന്നുണ്ട് ശാരദാമ്മ അതൊക്കെ തീൻ പുരട്ടിയാൽ മാറും, പക്ഷേ മനസ്സിനേക്കുന്ന പൊള്ളലുണ്ടല്ലോ അത് ഒരിക്കലും മാറത്തില്ല, അത് മാറാതെ അവിടെ എന്താണ് കിടക്കുന്ന ഒരു നീറ്റലായിരിക്കുമെന്ന് സത്യഭാമയുടെ മുഖത്ത് നോക്കി പറയണം. താഴെ താൻ കാണിച്ച അഹങ്കാരത്തിനും അഹന്തയ്ക്കും നിന്ദയ്ക്കും എല്ലാത്തിനും കൂടെ ചേർന്ന് തനിക്ക് കിട്ടിയ ഒരു അടിയാണ് ഇന്ന് ഈ കാർഡുകളൊക്കെ കത്തിക്കരിഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം സത്യഭാമയുടെ മുന്നിൽ തന്നെ പറയാതെ പറയണം നമ്മുടെ ശാരദാമ്മ. ഇത്രയും നാൾ വായടക്കി വെച്ചെങ്കിലും ശാരദാമ്മ പറയേണ്ട സമയത്ത് പറയുന്നത് കഴമ്പോടെ തന്നെ കറക്റ്റായിട്ടങ്ങ് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സത്യഭാമയ്ക്ക് എന്താണെന്നറിയോ അങ്ങ് കൊള്ളുവാണ്, മനസ്സിനങ്ങ് കൊള്ളുമ്പോഴത്തേക്കും പൊന്നിയോട് പറയുന്നുണ്ട് പൊന്നി നീ ഉടൻ തന്നെ പിള്ളച്ചേട്ടനടുത്ത് പറയണം, അപ്പം തന്നെ വേറെ പുതിയ കാർഡുകളൊക്കെ അടുപ്പിച്ച് അത് ഇന്ന് തന്നെ എൻ്റെ കൈ കിട്ടണമെന്നും കൂടെ അവിടെ പറയുമ്പം അമ്മ എന്തൊക്കെ കാണിച്ചു വിടാനെന്നുള്ള രീതി ബാക്കി എല്ലാവരും അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. എന്ന് ശാരദം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് പൊള്ളലെന്ന് പറഞ്ഞ കാര്യം മനസ്സിനേക്കുന്ന മുറിവിൻ്റെ പൊള്ളലെന്ന് പറയുന്നത് മനസ്സിൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം കാണുമ്പോൾ അതൊന്നും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ, അതായത് ഇങ്ങനൊരു കാര്യം സംഭവിച്ച കാർത്തിക് ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലും ഇത് മായാതെ കിടക്കുന്ന ഒരു കാര്യമായിരിക്കും പറഞ്ഞ് രണ്ട് ധ്വനിയാണ് ശാരദാമ്മ പറയുന്ന ആ ഒരു വാക്കിനുള്ള. അപ്പോൾ ഇത് കേട്ട് എന്താണ് സത്യഭാമയ്ക്ക് ഭയങ്കര
ഭയങ്കര ചമ്മലാണ്. അങ്ങനെ എല്ലാവരും താഴെ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ രാഘവൻ ചോദിക്കും എന്താ പറ്റിയ പൊന്നി ചോദിക്കുമ്പോഴത്തേക്കും രാഘവേട്ടനോട് പൊന്നി പറയുന്നുണ്ട്, അതവിടെ കാർത്തികയുടെ കയ്യിൽ നിന്ന് വിളക്ക് തട്ടി വീണ് സർവ്വത്ര കാർഡുകളും കത്തി നശിച്ചു സാറേ, എല്ലാം ചാമ്പലായി തീർന്നു പറയുമ്പോഴത്തേക്കും അണയ്ക്കാൻ പോകരുതായിരുന്നു പൊന്നി, അത് അവിടെ തന്നെ കിടന്ന് മൊത്തത്തിൽ കത്തട്ടെ എന്ന് വെക്കണമായിരുന്നു. ഭാമയുടെ അഹങ്കാരത്തിന് ഇതല്ല ഇതിൻ്റെ അപ്പുറം കൂടെ ആവശ്യം എന്നുള്ള കാര്യം എന്താണ് നമ്മുടെ രാഘവേട്ടൻ പറഞ്ഞിട്ട് രാഘവേട്ടനങ്ങ് സന്തോഷമാണ്. കാരണം സണ്ണി ചേച്ചിയോട് പറയുന്നുണ്ട്, കാരണം മനസ്സിന് നിരക്കാതെ ദൈവത്തിന് പിടിക്കാത്ത കാര്യത്തിൻ്റെ അഹങ്കാരം കാണിക്കുമ്പോഴേ ഇതാ ദൈവകോപം തന്നെ ഫലം, എന്താ ഇങ്ങനെ ഇരിക്കും നീ കണ്ടില്ലേ പൊന്നി എന്ന് പറയുമ്പം പൊന്നി ചേച്ചി എന്താണ് തല ആട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ ശാലിനിയും അതുപോലെ തന്നെ ശാരദാമയും താഴേക്ക് ഇറങ്ങി വരുന്നത്. ആ ഇൻസിഡൻസ് ഒക്കെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങി വരുമോ. അപ്പോൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ കണ്ണീരി ചവിട്ടി നിന്നുകൊണ്ടാണ് ഭാമയുടെ മുഹൂർത്തം കുറിപ്പ് അടുത്തവളുടെ കയ്യിലേക്ക് എന്താണ് മുഹൂർത്തം കൊടുത്ത് വെക്കുവാണ് അവളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി. എങ്ങനെ ദൈവത്തിന് പൊറുക്കും, ദൈവത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കാണ് ശാലിനിയും അതുപോലെ ശാരദാമ അവിടെ എന്താണ് രാഘവേട്ടൻ മുന്നിൽ വന്നത്. അപ്പം ശാരദാമ പറയുന്നത്, എല്ലാം നോക്കി കണ്ടോണ്ടേ ദൈവം എന്നൊരാൾ മോളിൽ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അറിയാം എന്താണ് നല്ല എന്താണ് ചീത്തന്ന്. മോളെ ശാലിനി നിനക്ക് മനസ്സിലായില്ലേ, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ നിൻ്റെ കൂടെയാണ് ദൈവം എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ വിഷ്ണുവും കൂടെ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു നോക്കിയിട്ട് പറയാം, ദാ ഇനി അവനും കൂടെ മനസ്സിലാവണം, അത്രയേ ഉള്ളൂ, അതും ദൈവം തന്നെ അതിനുള്ള വഴി ഒരുക്കി കൊടുത്തോളും. അതിനകത്ത് ശാരദാമ അതൊന്നും കണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഭാമയുടെ സ്വഭാവം അറിയാലോ, അവൾ ചെയ്ത തെറ്റിന് വേണ്ടി ഞാൻ മാപ്പ് പറയുന്നു, അവൾ ഇങ്ങനെ ആയിപ്പോയി. അപ്പോഴത്തേക്കും നമ്മുടെ ശാരദാമ പറയും, എനിക്കറിയാം അതിന് മാപ്പൊന്നും പറയണ്ട, എനിക്കറിയാലോ സത്യാമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ ശാരദാമേ, ഈ കല്യാണം ഒരുക്കം ഒന്ന് കണ്ട് നിങ്ങൾ ഒരു രീതിയിലും മനസ്സ് സങ്കടം വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ സങ്കടമായെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു സങ്കടത്തിൻ്റെ ആവശ്യമില്ല. ദാ ഇന്നിവിടെ നടന്ന കാര്യം കൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് ഉറപ്പായി കഴിഞ്ഞ് ഈ കല്യാണം നടക്കത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ശാലിനിയുടെ കണ്ണീരിൻ്റെ മേലിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള കുടിച്ച മുഹൂർത്തമല്ലേ അത് മാത്രമോ, നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒരു പെണ്ണ് മനസ്സ് കലങ്ങി നിൽക്കുമ്പോൾ അവളുടെ മുന്നിൽ വെച്ച് പൂജിക്കാൻ കൊടുത്തതല്ലേ ഇൻവിറ്റേഷൻ കാർഡ്, എന്നിട്ട് അത് എന്തായി, എല്ലാം കത്തി നശിച്ചില്ലേ. ഇതോടെ ഉറപ്പിച്ചോ ഈ കല്യാണം 100% ഇത് നടക്കത്തില്ല, ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ നോക്കിയുള്ള പൊരുത്തത്തിനേക്കാളൊക്കെ വലിയൊരു പൊരുത്തം എന്ന് പറയുന്നത് മനസ്സിന് പൊരുത്തം. അത് ഇവക്കും അവനും തമ്മിൽ ഉണ്ട്, അതൊക്കെ ഉള്ളത് കൊണ്ട് അവർ തന്നെ ആയിരിക്കും ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മനസ്സിലായി ദൈവം തന്നെ എല്ലാത്തിനും ഒരു വഴിയൊരുക്കും, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കെന്ന് പറയുമ്പോൾ ശാരദാമ പറയും, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കണം എന്നിട്ട് ശാരദാമ എന്നാൽ മോളെ പോട്ടെ എന്നിട്ട് ശാരദാമ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. കേട്ടിട്ട് മനസ്സൊക്കെ അത്രയ്ക്ക് തകർന്നിട്ട് നമ്മൾ ശാരദാമ എന്താണ് ആ മുറ്റത്ത് നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം ശാരദാമ മെല്ലെ നടന്നു പോകുമ്പോൾ ശാലിനി അത് തന്നെ നോക്കി നിന്ന് അമ്മ എന്തുമാത്രം വിഷമിക്കുന്നു എന്നൊക്കെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അത് കണ്ട് തന്നെ ശാലിനിക്ക് അതിയായ വിഷമത്തിന് ആ ശാലിനി നിൽക്കുന്ന കാണുമ്പം നമ്മുടെ വിഷ്ണു എന്താണ് ഇതൊക്കെ വാതിൽ പഠിക്കാതെ നിന്ന് ശാലിനിയുടെ സങ്കടം നോക്കി നിന്നിട്ട് എനിക്ക് തന്നോടൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന ആ ഒരു സങ്കടത്തിൽ നമ്മുടെ വിഷ്ണുവും കൂടെ നിൽക്കുന്നത് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ശാലിനി നേരെ എന്താണ് അനുവിനെ വിളിച്ചിട്ട് സംസാരിക്കും. അനു ഇവിടെ ഇപ്പം വീണ്ടും കല്യാണക്കത്തിൻ്റെ ഇൻവിറ്റേഷൻ വീണ്ടും രണ്ടാമത് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട്, അതെന്ത് പറ്റി മാഡം? അതുപോലെ സത്യസന്ധമായ കാര്യത്തിനല്ലേ അനു കൂട്ട് നിൽക്കത്തുള്ളൂ, ആദ്യം അടിച്ച കാർഡുകളെല്ലാം തന്നെ കത്തിപ്പോയി. അപ്പം മാഡം എല്ലാം സത്യാമ്മ ഉദ്ദേശിക്കുന്ന രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, വേറെ വഴിയൊന്നുമില്ലേ മാഡം? ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ജയശങ്കറായിരുന്നു, പക്ഷേ ജയശങ്കരോട് വന്ന് ഇങ്ങനെ മൊഴി മാറ്റിയതോടെ എല്ലാ വഴിയും തന്നെ അടഞ്ഞു. അനു പറയുന്നുണ്ട്, മാഡം ആ ജയശങ്കറിനെ മുന്നിൽ കൊണ്ടുവന്ന് കാർത്തികയെ നിർത്തിയിട്ടും അവൻ ആ ഒരു ദേഷ്യമൊന്നും പ്രകടിപ്പിക്കാതെ കാർത്തിക അല്ല എന്നത് പറയണമെങ്കിൽ അവൻ്റെ പിറകിൽ ആരോ കളിച്ചിട്ടുണ്ട് മാഡം, അവൻ്റെ പിറകിൽ കളിച്ചവരാരാ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്കും ശാലിനി പറയുന്നത്, അവൻ്റെ പിറകിൽ ആരോ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്, അത് ആരാ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അവൻ നമ്മുടെ എന്താണ് അനു പറയുന്നുണ്ട്, അവൻ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞപ്പോൾ തന്നെ അവൻ നമ്മുടെ നോട്ടപ്പുള്ളി ആയല്ലോ മാഡം, ആൾ കക്ഷി ഇവിടെ നിന്ന് സ്ഥലം വിട്ടൊന്നും പോയിട്ടില്ല, അവനിപ്പോൾ പെരുന്തുറയ്ക്കകത്ത് ആരോ ഒരു കണക്ഷനുണ്ട്, അവിടെ തന്നെ അവൻ ചുറ്റിപ്പറ്റി നിപ്പുണ്ട്. അപ്പോൾ അവനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കും. പക്ഷേ അനു അവനെ പൂട്ടുവാണെങ്കിൽ അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടെ ആയിരിക്കണം അവനെ പൂട്ടുന്നത്, അവൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പാടില്ല അവനെ ഇങ്ങനെയായിരിക്കും നമ്മൾ പൂട്ടുന്നത്, ആ രീതി വേണം നമ്മൾ അവനെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ ശാലിനി എന്നാണ് അനുവിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അനുവിൻ്റെ അടുത്ത് ബായ് വന്നിൽ വെക്കുകയാണ്. അപ്പോൾ അനു നേരെ പോയി കാണുന്ന ആരാണോ വിക്ടറിനെയും കൂട്ടരെയാണ് കാണുന്നത്. അപ്പം വിക്ടറിനെയും കൂട്ടരെയും കാത്തു കഴിയുമ്പോൾ വിക്ടർ ചോദിക്കുന്നുണ്ട്, മാഡം ഞങ്ങളെ കാത്തു നിന്നെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ അന്വേഷണം പറഞ്ഞു, അതുകൊണ്ട് എന്നാ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അതെന്തൊരു ചോദ്യം മാഡം, മാഡത്തിന് ഒക്കെ മനസ്സിലാകാതിരിക്കും, ശാലിനി മാഡത്തിൻ്റെ കൂടെയുള്ള എല്ലാ വ്യക്തിയിലും ഞങ്ങൾക്ക് മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റും, നിങ്ങളൊക്കെ ഞങ്ങളോട് എന്ത് വലിയ ഉപകാരം ചെയ്തെന്ന് ശാലിനി മാഡം ചെയ്തെന്ന ഉപകാരത്തിന് മറക്കാൻ കഴിയുമോ? അപ്പം അനു പറയുന്നുണ്ട്, ഞാൻ അല്ലെങ്കിലും കേട്ടിട്ടുണ്ട് പെരുന്തുറ കടപ്പുറക്കാർ ചെയ്തു കൊടുക്കുന്ന സഹായത്തിന് വളരെയധികം നന്ദിയുള്ളവരാണ്, പക്ഷേ അത് അന്നത്തെ കാലമാണ്, ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ വിക്ടർ പറയുന്നുണ്ട്, ഇന്ന് അതിനേക്കാൾ ഒരു പടി കൂടുതലാണെന്നേ ഉള്ളൂ മാഡം, ചെയ്ത ഉപകാരത്തിന് ഒരിക്കലും നന്ദികേട് കാണിക്കുന്നവരല്ല, എന്ത് വേണമെങ്കിലും ചെയ്തു തരും മാഡം, എന്തിനാ എന്നെ കാണുമോ? ഞാൻ അത് നമ്മുടെ ശാലിനി മാഡം
മാഡത്തിൻ്റെ ഇട്ട് ഒരുത്തം പണി കൊടുത്തെങ്കിൽ അവനിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് അവൻ അതൊക്കെ ചെയ്തിട്ട് അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ അവൻ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിലോ? അവൻ ആരാ മാഡം? ശാലിനി മാഡത്തിന് വേണ്ടിയിട്ട് ഒരു പണി കൊടുത്തവനാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവനുള്ള പണി ഞങ്ങൾ തന്നെ ഉറപ്പായിട്ട് കൊടുക്കും. പിന്നെ മാഡം അവനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയണമുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. കാരണം എനിക്ക് കൈകൊണ്ട് മാത്രം സംസാരിച്ച് മാത്രമേ എനിക്ക് ശീലമുള്ളെന്ന് വിക്ടർ പറയുമ്പം വിക്ടറിനോട് എന്താണ് അനു ആ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് വിക്ടറെയും കൂട്ടരെയാണ് ഇനിയിപ്പം ഈ പറയുന്ന ജയശങ്കറിനെ പൊക്കാനായിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ സീൻസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നേരെ ശാരദാമ്മ എന്നാണ്. അപ്പം അന്നേരമാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പം കയറി വരുമ്പോൾ തന്നെ കയ്യിൽ എന്താണ് ആ ഇൻവിറ്റേഷൻ കാർഡുണ്ട്. സങ്കടം കൊണ്ട് നിറഞ്ഞ മുഖം. അപ്പോഴത്തേക്കും നമ്മൾ ഗോപാലിട്ട് അവിടെ കാത്തിരിക്കും. അപ്പോഴത്തേക്കും ശാരദാമ്മയെ കണ്ടപ്പം പേടി, അയ്യോ ഇനിയിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവുമോ, മോൾ അന്വേഷിച്ച് പോയിട്ട് ഇതാണ് ഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് പേടിച്ചാണ് ശാരദാമ്മ അകത്ത് വരുന്നത്. അപ്പം ഗോപാലിനെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ തന്നെ എന്താണ് ശാരദാമ്മയ്ക്ക് അങ്ങ് വിങ്ങി പൊട്ടി ശാരദാമ്മക്ക് അറിയോ, നീ അങ്ങോട്ടേക്ക് പോയിട്ട് നിനക്കെന്താ പെമ്മകളെ കാണാൻ പോയിട്ട് നിൻ്റെ വായിൽ നാക്കില്ലേ ചോദിക്കുമ്പോഴത്തേക്കും ശാരദാമ്മ അങ്ങ് ഭയങ്കരമായിട്ടും കരയുവാണ്. നീ എന്തിനാ ഷാദിയെ കരയുന്നത്? അതിനു വേണ്ടി ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ശാരദാമ്മ അപ്പോഴത്തേക്ക് പറയുകയാണ് ഷാനിയുടെ ലൈഫ് പോയി കിട്ടി, ഷാനിയുടെ ലൈഫിനെ നോക്കിയിട്ട് കാര്യമില്ല. സത്യമോളുടെ അച്ഛൻ എന്ന് പറയുന്ന വിഷ്ണുവും എന്താണ് നഷ്ടപ്പെട്ടു പോകും. കാരണം എന്ന് വെച്ചാൽ കൊണ്ട് സത്യമായിട്ട് ആഗ്രഹമായിരുന്നു ആ മധുശ്രീയായിട്ടുള്ള കല്യാണം. അതെല്ലാം ആ സമയത്ത് മുടങ്ങി. പക്ഷേ അതുപോലെ ആവത്തില്ല. കാർത്തികായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് തന്നെ വെച്ചിരിക്കുകയാണ് അവർ. അങ്ങനെ കാർത്തികിനെ വിവാഹം കഴിച്ചത് പിന്നെ വിഷ്ണു മോൻ എങ്ങനെയാണ് സത്യമോളുടെ അച്ഛനായി മാറുന്നത്? ശാലിനി എന്താണ് താലി കഴുത്തി കൊണ്ട് നടത്തിൻ്റെ വല്ല കാര്യമുണ്ടോ? ശാലിനിയുടെ ലൈഫ് ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് കരയുമ്പോഴത്തേക്കും നേരെ ഗോപാലിനെ കേൾക്കാത്ത പതി അകത്തേക്ക് പോയിട്ട് ഷർട്ടും എടുത്തിട്ട് വരും. അപ്പോഴത്തേക്കും ചോദിക്കണം, ഗോപാലിൻ്റെ അടുത്ത് ഈ സമയത്ത് എവിടെ പോകുന്നു? ഞാനേ ആ സത്യഭാമയെ കാണാൻ പോകുന്നു. അവർക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം എൻ്റെ മോളുടെ കാര്യത്തിനകത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് വേണ്ട. അയ്യോ ഗോപാൽട്ട നിങ്ങൾ എന്തോ കാണിക്കുന്നത്? ശാലിനിയുടെ ഒരു തസ്തിക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവൾ ഈ നാട്ടിലെ ജില്ലാ കളക്ടറല്ലേ? നിങ്ങളിപ്പോൾ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന നാളെ വലിയ ന്യൂസല്ലേ? നീ ഒന്നും പറയില്ല ശാരദേ. അവൾ എന്തൊക്കെ പറഞ്ഞാലും ആദ്യം അവസാനം അവൾ നമ്മുടെ മോളോ, അതിന് ശേഷിയുള്ള ജില്ലാ കളക്ടർക്ക് അതൊക്കെ അങ്ങ് ഓഫീസിനകത്ത്, ഇവിടെ വീട്ടിലതല്ലല്ലോ. അവളുടെ ജീവിതത്തിനകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് ഗോപാലൻ പുറപ്പെടാൻ നിൽക്കുമ്പോഴത്തേക്കും ശാരദാമ്മ ഉപദേശിക്കുന്നുണ്ട്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നാളെ പോയി സംസാരിക്കാം. ഇന്ന് പോയി സംസാരിച്ചാൽ നാളത്തെ ഹെഡ്ലൈൻസ് മൊത്തം എന്താണ് കളക്ടറിൻ്റെ തന്നെ അച്ഛനും അമ്മയും കൂടെ കയറി അവരുടെ എന്താണ് ബന്ധുവീട് കയറി ആക്രമിച്ചെന്നുള്ള രീതിക്കത്തെ വാർത്തയാവും. പിന്നെ അത് വലിയ പ്രശ്നവും അവർക്ക് തന്നെ അത് നാണക്കേടാവും. ചിലപ്പോൾ നിങ്ങൾ അവിടെ കയറി ആക്രമിക്കാൻ പോയാൽ ലാസ്റ്റ് മോള് തന്നെ എന്താണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്നിരിക്കും. എന്തിനാ ഗോപാലൻ? നിങ്ങൾക്ക് പിന്നെ ജയിലും കാര്യമൊന്നും പുത്തരിയല്ല, പക്ഷേ അവളുടെ പ്രസ്റ്റീജ് നോക്കണ്ടേ? അതാണ് പറയുന്ന അഡ്വൈസൊക്കെ ഇട്ട് തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിച്ചിരിക്കുകയാണ് ഗോപാലൻ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തും തന്നെ ഗ്രൂപ്പ് ഡിസ്കഷനാണ് കാണിക്കുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് ഇരിക്കുന്ന പ്രധാന വ്യക്തി നമ്മുടെ എന്താണ് രാഘവേട്ടനും അതുപോലെ തന്നെ നമ്മുടെ പിള്ളച്ചേട്ടനും നമ്മുടെ രോഹിതൊക്കെയാണ്. എന്നാലും ഈ കല്യാണം ഇവിടം വരെ എത്തുവാണെങ്കിൽ എന്തൊക്കെ ചെയ്യുക എന്നിട്ടാണ് അവരവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രാഘവൻ പറയും, വിഷ്ണുവും കാർത്തികയും തമ്മിൽ അത്ര ചേർച്ചയിലൊന്നും അല്ലാന്ന് തോന്നുന്നു. നമ്മളെ കാണിക്കാൻ വേണ്ടി ഒരു അഭിനയം മാത്രമേ ഉള്ളൂ ഇത്. പക്ഷേ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലല്ലോ വെച്ചാൽ അതാ സത്യാമ്മ നാട്ടുകാരെ ക്ഷണിച്ച് കല്യാണം വരെ ഒപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും ഊരാൻ പറ്റാത്തൊരു കുടുക്കായി മാറുമല്ലോ എന്ന് അവരവിടെ പറഞ്ഞു തന്നില്ല. അപ്പോഴത്തേക്കും ഗേറ്റും തള്ളി തുറന്നുകൊണ്ട് നമ്മുടെ ശാരദാമ്മയും ഗോപാലനും അതുപോലെ തന്നെ മാഷും എല്ലാവരായിട്ട് ഒരുമിച്ച് കയറി വരുന്ന കാണിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി അടുത്ത് കാണാൻ പോകുന്ന കുടുംബശ്രീ അത് നെക്സ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ടല്ലോ. ബൈ.